സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ കായംകുളത്ത് പിതാവിനെ വെട്ടിക്കൊന്ന അഭിഭാഷകനായ മകൻ ലഹരിക്കടിമയെന്ന് സംശയം. പുല്ലുകുളങ്ങരയിൽ നടരാജനാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ സിന്ധുവിനും ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ പ്രതി നവജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇന്നലെ രാത്രി ഏകദേശം ഒരു 9 മണിയോടുകൂടിയാണ് വീട്ടില് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അഭിഭാഷകനായ മകന്റെ പരാക്രമം ഉണ്ടായത്. അച്ഛനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. അമ്മയ്ക്ക് നേരെ വധശ്രമം. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്താണ് ഈ ആക്രമണത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ അഭിഭാഷകൻ ലഹരിക്ക് അടിമ എന്ന രീതിയിലുള്ള ചില സൂചനകൾ, ചില സംശയം പോലീസിനുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോമെ, അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ നമുക്ക് ഇന്നലത്തെ സംഭവത്തെ പറയാൻ കഴിയും. കാരണം ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കായംകുളം കനകക്കുന്ന് പോലീസ് സ്റ്റേഷന് കീഴിൽ പുല്ലുകുളങ്ങരയിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. നടരാജൻ എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. അത് സ്വന്തം മകനാണ് അച്ഛനെ കൊല ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള തർക്കത്തെ, അതായത് ലഹരി ഉപയോഗിക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ സംഭാഷണത്തിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് മകൻ പിതാവിനെയും അമ്മയെയും വെട്ടിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാള് വാക്കത്തി ഉപയോഗിച്ച് അച്ഛന്റെ തലയ്ക്ക് തുരുതുര വെട്ടുകയായിരുന്നു. അത്തരത്തിൽ ഒരുപാട് മുറിവുകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് ഈ കായംകുളം പുല്ലുകുളങ്ങരയിൽ കേസിനെ പറയാൻ കഴിയും. അഭിഭാഷകനായ നവജിത്താണ് സ്വന്തം അച്ഛൻ നടരാജൻ എന്ന വ്യക്തിയെ വെട്ടി കൊലപ്പെടുത്തിയത്. ഒപ്പം തന്നെ അമ്മ സിന്ധുവിനെയും ഇയാൾ ആക്രമിച്ചു എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഗുരുതരമായ പരിക്ക് ഏറ്റിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ നടരാജൻ മരിച്ചിരുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യം ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതര പരിക്കാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ നടരാജൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചു. അമ്മ സിന്ധുവിനും ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. അവരെ ഇപ്പോൾ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ ഈ സംഭവത്തിന് ആസ്പദമായ കാര്യം നടക്കുന്നത് ഇന്നലെ രാത്രി 9 മണിയോടെയാണ്. ഈ 9 മണിക്ക് ആ സമയത്ത് ഈ മകന്റെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള തർക്കം ഈ രക്ഷകർത്താക്കളും മകനുമായി ഉണ്ടായി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ ലഹരി ഉപയോഗത്തെ എതിർത്തതാണ് ഇത്രയും വലിയ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഈ മാവേലിക്കര കോടതിയിൽ അഭിഭാഷകനാണ് ഈ കൊലപാതകം നടത്തിയ നവജിത്ത്. ഭാര്യ പ്രസവത്തിനായി ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഗുരുതരമായൊരു സംഭവം, അക്രമം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ഈ സംഭവം, അതായത് അച്ഛനെ റോഡ് സൈഡിലുള്ള വീടാണ്, മറ്റ് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാത്ത കുടുംബമാണ്, സുരക്ഷിതമായ സാഹചര്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഒക്കെ ഉള്ളൊരു കുടുംബമാണ് എന്നുള്ളതാണ്. അതായത് ഇയാൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്, തർക്കങ്ങളാണ് വീട്ടിൽ നിലനിന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട്, അതായത് അച്ഛനെയും അമ്മയെയും ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഈ നവജിത്ത് വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി നിന്നു. 2ാം നിലയിൽ കയറി നിന്ന ഇയാൾ പിന്നീട് ആത്മഹത്യാ ഭീഷണിയും മറ്റ് ആക്രമണ ഭീഷണിയും ഒക്കെ മുഴക്കി. തുടർന്ന് വലിയ തോതിൽ അവിടെ ആ വീടിന്റെ മുൻഭാഗത്ത് ആളുകൾ തടിച്ചുകൂടി. അതിനുശേഷം ഈ രക്ഷകർത്താക്കളെ പുറത്തേക്ക് ഇറക്കാൻ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് രക്ഷകർത്താക്കളെ പുറത്തേക്ക് എത്തുന്നത്. ആശുപത്രിയിലുമൊക്കെ വലിയ ജനക്കൂട്ടമായിരുന്നു. കാരണം ഈ സംഭവത്തെ തുടർന്ന് പോലീസ് നവജിത്തിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷം നവജിത്തുമായി ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ ശ്രമിച്ച സമയത്ത് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് അയാളെ തിരികെ കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള ഒരു സംഭവമാണ് കായംകുളത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ലഹരി ഉപയോഗത്തെ എതിർത്തതിനെ തുടർന്ന്, കാരണം ഇയാള് അച്ഛനെയും അമ്മയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആത്മഹത്യാ ഭീഷണിയും പിന്നീട് അക്രമ ഭീഷണിയും ഒക്കെ മുഴക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം എടുത്താണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി അവസാനം താഴേക്ക് കൊണ്ടുവരുന്നത്. അച്ഛന്റെ പരിക്കെന്ന് പറയുന്നത് തലയ്ക്കാണ് ഏറ്റ, വെട്ട് മുഴുവൻ തലയ്ക്കാണ് ഏറ്റ. അത് ആവർത്തിച്ച് വെട്ടിയതായിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ. അത്ര വലിയ ഗുരുതരമായ പരിക്കാണ് പിതാവിനെ ഇയാൾ വെട്ടി ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. കണ്ണിന്റെ ഭാഗത്തൊക്കെ ആഴത്തിലുള്ള വെട്ടേറ്റ മുറിവ് അദ്ദേഹത്തിന്റെ തലഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ലഹരി ഉപയോഗത്തെ എതിർത്ത രക്ഷകർത്താക്കളെയാണ് അഭിഭാഷകനായ 32-കാരൻ നവജിത്ത് വെട്ടി പരിക്കേൽപ്പിച്ച് അതിൽ പിതാവ് മരണപ്പെടുകയും ചെയ്തു. കാര്യം, ഒരു അഭിഭാഷകൻ ഈ ലഹരിയെക്കുറിച്ചും ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന, വളരെ നിയമപരിജ്ഞാനമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇയാൾ ലഹരിക്കടിമയായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്.
പ്രത്യേകിച്ചും ഏറെ ദൗർഭാഗ്യകരമായൊരു കാര്യം, ഈ പ്രതിയുടെ, ശരണ്യ സൂചിപ്പിച്ചതനുസരിച്ച് പ്രതിയുടെ ഭാര്യ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ദിവസം നടന്ന അതിക്രൂരമായ ഒരു കൊലപാതകം. ഇതിന്റെ നടുക്കം ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്കുണ്ടാകും, നാട്ടുകാർക്കുണ്ടാകും. ഈ വീട്ടില് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം അക്രമവാസന ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പ്രതി നവജിത്ത്. നവജിത്ത് ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാള് നിരന്തരം വീട്ടിൽ അത്തരത്തിൽ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പിതാവിൽ നിന്നും അത്തരത്തിൽ ഇതിനെ എതിർത്തുകൊണ്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയത്. കനകക്കുന്ന് പോലീസിന്റെ ഇന്നലെ തന്നെ, അതായത് ഈ കൊലപാതകം നടത്തി റോഡ് സൈഡിൽ തന്നെയുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദവും ബഹളവും ഒക്കെ ആളുകൾ കേട്ട അവിടെ വലിയ തോതിൽ ആൾക്കൂട്ടം തടിച്ചുകൂടുകയും ഇയാൾ വീടിന്റെ ഒന്നാം നിലയിലേക്ക് കയറി അവിടെ നിന്നിട്ട് ഭീഷണി മുഴക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് ആ സമയത്തും ഇയാളുടെ കയ്യിൽ ഈ വാക്കത്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് വെച്ചാണ് ഈ രക്ഷകർത്താക്കളെ ആക്രമിച്ചത്. എല്ലാവർക്കും തലയ്ക്കൊക്കെയാണ് പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും അച്ഛനൊക്കെ ഏറ്റ പരിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മാരകമായ സ്വന്തം മകൻ. അപ്പോൾ തന്നെ ആ ഒരു ബോധനില മനസ്സിലാക്കാൻ കഴിയാവുന്നതാണല്ലോ കേട്ടോ. കാരണം തലയ്ക്കാണ് ആവർത്തിച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമ്മൾ ഭയന്നു പോകും. ആ രീതിയിലുള്ള മുറിവായിരുന്നു അദ്ദേഹത്തിന്റെ തലഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ബോധാവസ്ഥയിലാണ് സ്വന്തം പിതാവിനെ നവജിത്ത് ആക്രമിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പോലീസ് പറയുന്നതും അത് തന്നെയാണ്. ഇയാൾ ലഹരിക്ക് അടിമയാണ്. ഇയാളുടെ ലഹരി ഉപയോഗം തന്നെയാണ് ആ വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഇരുന്ന ദിവസമാണ് സ്വന്തം മാതാപിതാക്കളോട് ഇത്തരത്തിലുള്ള അതിക്രൂരമായ കാര്യങ്ങൾ നവജിത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ്. സ്വബോധാവസ്ഥയിലല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ തന്നെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ മെഡിക്കൽ അടക്കമുള്ള പരിശോധനകളിലേക്ക് ഇയാളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളതാണ് നടത്തിയ ആക്രമണമായിരിക്കും അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനം, ഈ ലഹരിയുടെ ഒരു അടിമത്തത്തിൽ നടത്തിയ ഒരു പ്രകോപനത്തിൽ നടത്തിയ കൊലപാതകം എന്നാണോ കരുതേണ്ടത്? മാത്രമല്ല, ഈ പ്രതിയുടെ നവജിത്തിന്റെ അമ്മയുടെ ആരോഗ്യനില എങ്ങനെയാണ്? അവരെയും ക്രൂരമായി പ്രതി വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നല്ലോ. തീർച്ചയായിട്ടും ടോമെ, പോലീസ് ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞത് ലഹരി ഉപയോഗത്തിന്റെ അബോധാവസ്ഥ തന്നെയാണ് കാണിച്ച് കൂട്ടിയതെന്നുള്ളതാണ്. കാരണം ഈ രീതിയിൽ ഇനി ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിക്കുന്നത്, എവിടെ നിന്ന് ലഭ്യമാകുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കണം. കാരണം വിദ്യാഭ്യാസമില്ലാത്ത ഒരാളൊന്നുമല്ല, അഭിഭാഷകനാണ്, നിയമവശങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളാണ്, മാവേലിക്കർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ LLB ബിരുദധാരിയായിട്ടുള്ള ഒരാളാണ്, നിയമത്തെക്കുറിച്ച് എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരാളാണ്. ഇങ്ങനെ സ്വന്തം രക്ഷകർത്താക്കളെ ഇത്തരത്തിൽ അതിക്രൂരമായി ആക്രമിക്കുകയും അമ്മയുടെ നിലയും അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. അച്ഛൻ ഇന്നലെ അവിടെ ആ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു, ചികിത്സ നൽകാനായി ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ അതിക്രൂരമായി അച്ഛനെയും പരിക്കേൽപ്പിച്ച ശേഷം പിന്നീട് അമ്മയെ കൂടി ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു തീർച്ചയായും ഈ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഭവമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരം ലഹരിക്ക് അടിമപ്പെട്ട് തന്നെയാണ് സ്വന്തം രക്ഷകർത്താക്കളെ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ആയുധം ഉപയോഗിച്ച്, വാക്കത്തി ഉപയോഗിച്ച് അതിക്രൂരമായ രീതിയിൽ, അതിദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നവജിത്തിനെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും നവജിത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഭവം, അതായത് ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ വിവരം നമുക്കെല്ലാവർക്കും ലഭ്യമായി തുടങ്ങിയത്. ആ സമയത്ത് തന്നെ ആശുപത്രിയിലൊക്കെ വലിയ ആൾക്കൂട്ടം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന, നാട്ടുകാരെ ചേർന്നാണ് ഇവരെ ആശുപത്രിയിലൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന രക്ഷകർത്താക്കളെയാണ് നമ്മൾ കണ്ടത്. അത്ര നമുക്ക് അച്ഛൻ്റെ ദൃശ്യങ്ങളൊന്നും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അതിക്രൂരമായ രീതിയിൽ മകൻ ആക്രമിച്ചു എന്നുള്ളതാണ്. അത് ലഹരിയുടെ ഭാഗം തന്നെയാണ്. ലഹരി ഉപയോഗത്തിന്റെ മറ്റൊരു വിപത്ത് എന്ന് തന്നെ കായംകുളത്തെ സംഭവത്തെ നമുക്ക് ചൂണ്ടിക്കാട്ടാം. അത്തരത്തിൽ അതിക്രൂരമായ ഒരു സംഭവം സ്വന്തം രക്ഷകർത്താക്കൾക്ക് മകനിൽ നിന്നും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് കേട്ടോ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ.